മസാജ് ചെയ്യുന്നതിലൂടെ ലിംഗവലിപ്പം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് ചിലർ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ അത് പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയൊക്കെ വലിപ്പം വർദ്ധിപ്പിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു വഴിയായിട്ട് ചിലപ്പോൾ അവർ ചില സ്ഥലത്ത് നിന്ന് കാണുന്നത് മസാജ് ചെയ്യുക, അല്ലെങ്കിൽ ഓവർ ഫോഴ്സ് കൊടുത്തുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം വരുമെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോണത്. അപ്പം മസാജിന് അതിൻ്റേതായ ബെനിഫിറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു ആയുർവേദിക് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു ബെനിഫിറ്റ്സുകൾ കൂടി കിട്ടും. അത്തരത്തിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു മസാജ് ഓയിൽ എന്തായാലും ഞാൻ പ്രൈമറി ആയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നേച്ചർമാനിയ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 100% ആയുർവേദിക് ആയിട്ടുള്ള ഓയിലാണ്, മസാജ് ഓയിലാണിത്. ഇതിൽ മെയിനായിട്ട് ശതാവരി, മുസ്ലി, അശ്വഗന്ധ മുതലായ കാര്യങ്ങളൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. ഇത് മിനിസ്ട്രി ഓഫ് ആയുഷിൻ്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ആയുർവേദിക് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. 100% ആയുർവേദിക് ആണ്. അപ്പോൾ റെഗുലറായിട്ട് മസാജ് ചെയ്യുമ്പോൾ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ആ ഉദാഹരണം മെയിൻറ്റെയിൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഫസ്റ്റ് ടൈമിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. എനിവേ ഈ ഒരു മസാജ് കൊണ്ട് ലിംഗവലിപ്പം വർദ്ധിക്കുമോ? അതിൻ്റെ ഒരു ഉത്തരം പറയാനാണെന്നുണ്ടെങ്കിൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉത്തരം എന്നുള്ളത്. മസാജിനെ കൊണ്ട് യഥാർത്ഥത്തിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ആ ബ്ലഡ് സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ കൂടുന്നു. അതിലൂടെ ഉദാഹരണവും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഉള്ള ഉദാഹരണവും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ മസാജ് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത്. കാരണം ആ ബ്ലഡ് ഫ്ലോയും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുകയാണ് മസാജ് ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത്. അതല്ലാതെ ഇല്ലാത്തൊരു വലിപ്പം ഉണ്ടാവുന്നില്ല. ഇനി ചിലർ വലിപ്പം വർദ്ധിപ്പിക്കണം എന്ന് കരുതിയിട്ട് ഓവർ പ്രഷർ കൊടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. ഇല്ലെങ്കിൽ ഓവർ അഗ്രസീവായ രീതിയിൽ മസാജ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇല്ലെങ്കിൽ വെയിറ്റ് കെട്ടി തൂക്കുന്ന ആൾക്കാർ വരെയുണ്ട്. ആക്ച്വലി അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറാണ് സംഭവിക്കാൻ സാധ്യതയുള്ളൂ. ഉള്ളിലൊക്കെ ഇൻറ്റേർണൽ ഡാമേജസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. അത് ഭാവിയിൽ ചിലപ്പോൾ ഉദാഹരണം പോലും കിട്ടാത്ത അവസ്ഥയും കാര്യങ്ങളും കൂടുതൽ ബുദ്ധിമുട്ടുകളായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഓവർ അഗ്രസീവായിട്ടൊരിക്കലും മസാജ് ചെയ്യരുത്. മസാജ് എന്ന് വെച്ചാൽ അതിൻ്റെ ജെന്റിലായ രീതിയിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മസാജിനെ മസാജായിട്ട് തന്നെ കണ്ടുകൊണ്ടും ചെയ്യേണ്ടുന്ന കാര്യമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മെയിനായിട്ടുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ആ ബ്ലഡ് ഫ്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ടുള്ള ഉദാഹരണവും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്നുള്ളത്. പിന്നെ വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജിക്കലായിട്ട് നമുക്ക് ബെനിഫിറ്റ്സുകളുണ്ട്. അതായത് നമ്മുടെ ബോഡിയെ തന്നെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് തന്നെ നമ്മുടെ ബോഡി ഒരു ഇമേജ് വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യാനും നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ഫീൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് പാർട്ണറിൻ്റെ അടുത്ത് ആ ഒരു സെക്ഷൽ ഇതിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് സെക്സിനെ സമീപിക്കാനൊക്കെ സൈക്കോളജിക്കലിയും ഗുണകരമാണ് മസാജ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. ഫിസിയോളജിക്കലി ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു. അത്തരത്തിൽ നല്ല ഉദാഹരണവും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് സൈക്കോളജിക്കലി നല്ലൊരു പോസിറ്റീവായിട്ട് നമ്മുടെ ബോഡിയുടെ കേസിൽ തന്നെ വളരെ പോസിറ്റീവായിട്ടും നമ്മുടെ ബോഡി പാർട്ടിനെയൊക്കെ കൂടുതൽ അറിയാനും മസാജ് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി അവിടെ എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഈ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും തടിപ്പുണ്ടെങ്കിൽ അത് മനസ്സിലാവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഓവർ അഗ്രസീവായിട്ട് ചെയ്യരുത്. വളരെ ജെന്റിലായ രീതിയിൽ റെഗുലറായിട്ടുള്ള മസാജ് എന്തുകൊണ്ടും ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ്. ഇനി വലിപ്പത്തിൻ്റെ കേസിൽ കൺഫ്യൂഷനുള്ള സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഒരുപാട് വലിപ്പം ഉണ്ടെന്ന് കരുതിയിട്ട് ലേഡീസിന് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു എന്നുള്ളത് ഒരു പക്കാ മൂഢത്തമായിട്ടുള്ള ഒരു കാര്യമാണ്, പക്ക മണ്ടത്തരമാണ്. ലേഡീസിൻ്റെ വജൈനയിൽ വളരെ സ്റ്റാർട്ടിങ്ങിൽ ഒരു 2 ഇഞ്ച് ഏരിയ അല്ലെങ്കിൽ ഒരു 3 ഇഞ്ച് ഏരിയ വരെയാണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള നെയർ വെൻഡിങ്ങുള്ള ഭാഗമുള്ളത്. അപ്പോൾ അവിടെ റീച്ച് ആവുന്ന ലിങ്ക് ഉണ്ടെന്ന് തന്നെ അതിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് വലിപ്പം ഉണ്ടെന്ന് കരുതി കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു എന്നുള്ളത് ഒരു മണ്ടത്തരം മാത്രമാണെന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായ രീതിയിൽ ഫോർ പ്ലേയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ ആ സെക്സ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതിനാണ് കാര്യം. അപ്പോൾ ആദ്യത്തെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഒരുപാട് നിയർ വെൻഡിങ്ങുള്ള ഭാഗത്തോട്ട് റീച്ച് ആവുന്ന രീതിയിൽ ഉദ്ധരിച്ച് വരുന്ന സമയത്ത് വലിപ്പം ഉണ്ടായാൽ മതി. അതായത് ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് വലിപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ സ്ത്രീയെ സംതൃപ്തിപ്പെടുത്താൻ പറ്റും. അത്ര വലിപ്പമേ വേണ്ടൂ, അല്ലാണ്ട് സൈസ് ഒരു വലിയൊരു മാറ്റർ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അനാവശ്യമായിട്ട് പോൺ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ട് കമ്പയർ ചെയ്ത് മനസ്സിനെ കുഴപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മസാജിൻ്റെ ബെനിഫിറ്റ്സുകൾ ഞാൻ പറഞ്ഞു, അത് ഒരുപാട് വലിപ്പം കൂട്ടുന്ന കാര്യമല്ല. നിങ്ങൾ ഓവർ ഫോഴ്സ് ഒക്കെ കൊടുത്തിട്ട് വലിച്ചു നീട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുകൾ ആയിരിക്കും ഉണ്ടാവുന്നതെന്നുള്ള മനസ്സിലാക്കുക. ഇനി മൈക്രോ പെനിസ് കണ്ടീഷൻ ഉള്ളവർക്ക് സർജിക്കൽ ഓപ്ഷൻസുകൾ പോലുള്ള കാര്യങ്ങളുള്ളത്, അതിനതിൻ്റെതായ റിസ്കുകളുണ്ട്. അത് പ്രോപ്പറായി ഡോക്ടറെ കണ്ടിട്ട് ചെയ്യേണ്ടവയാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ അയച്ചു കൊടുത്തേക്കുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഫോളോ ചെയ്തൊക്കെ മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ ഗൈസ്.